നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2025 മെയ് മാസ പെൻഷൻ എന്നാണ് ലഭിക്കുക, എന്നാണ് അവരുടെ അക്കൗണ്ടുകളിൽ പണം എത്തുക, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് മെയ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ ലഭിക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയാണ്. കഴിഞ്ഞ മാസം നവംബർ അല്ലെങ്കിൽ മെയ് മാസം മുതൽ എല്ലാ മാസവും കറക്റ്റായി തന്നെ പെൻഷൻ എത്തിയിരുന്നു. അതിനു മുമ്പ് 7-8 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. ഓരോ മാസവും നൽകിക്കൊണ്ട് ഇപ്പോൾ 3 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത്. അതിലൊരു മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ ഈ മെയ് മാസത്തെ പെൻഷൻ്റെ കൂടെ ലഭിക്കുക. അതുകൊണ്ട് തന്നെ 2 മാസത്തെ പെൻഷൻ ജനങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്കറിയാം, ഈ മാസം പകുതിയോട് കൂടി തന്നെയാണ് പഞ്ചായത്ത് അല്ലെങ്കിൽ കുറേ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാനുണ്ട്. അതുപോലെ തന്നെ നിയമസഭ ഒരു ബൈ ഇലക്ഷൻ നടക്കാനുണ്ട്, പഞ്ചായത്ത് ബൈ ഇലക്ഷൻ നടക്കാനുണ്ട്. അതിന് നോട്ടിഫിക്കേഷൻ ഈ മാസം 10-ാം തീയതിക്ക് ശേഷം വരുമെന്നാണ് സർക്കാർ കരുതുന്നത്. അതിനുമുമ്പായി തന്നെ പണം അക്കൗണ്ടിലെത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ്, ബൈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പണം എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തന്നെ പണം നമ്മുടെ അക്കൗണ്ടുകളിൽ എത്തുന്നതാണ്. പെൻഷൻ മസ്റ്ററിങ് കറക്റ്റായി ചെയ്ത ആളുകൾക്ക്, അതുപോലെ തന്നെ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുകയുള്ളൂ. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പെൻഷൻ കുടിശ്ശികയായതുകൊണ്ട് തന്നെ ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അവസാനത്തിലെല്ലാം പെൻഷൻ അപ്രൂവലായ ആളുകൾക്ക് ഇതുവരെ കുടിശ്ശികയൊന്നും വരുത്തിയിട്ടില്ല. അവർക്ക് പെൻഷൻ ഈ മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ കുടിശ്ശിക ലഭിച്ച ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് ആളുകൾ പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിധവയാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമായിരുന്നു. അത് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ സർക്കാർ പറയുന്ന വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളുണ്ട്. അങ്ങനെ സർക്കാരിൻ്റെ അറിയിപ്പുകളൊന്നും ശ്രദ്ധിക്കാതെ അത് നൽകാത്ത ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അവർക്കെല്ലാം ഇപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ സത്യമൂല്യം നൽകാൻ സമയമുണ്ട്. അതെല്ലാം കറക്റ്റായി നൽകി തന്നാൽ അവർക്ക് മെയ് മാസം മുതൽ പെൻഷൻ അവർക്കും ലഭിക്കുന്നതാണ്. നമുക്കറിയാം, ഈ വർഷം അവസാനത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ സർക്കാർ ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് ഇളവുകൾ നൽകാൻ സാധ്യതയുണ്ട്. നിർബന്ധമായിട്ടും ഈ ഒരു ഇളവുകൾ നമ്മൾ മുതലാക്കി നമ്മൾ കറക്റ്റായി തന്നെ സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.